സെന്റ് ജൂഡ് പള്ളിയിൽ പാരിഷ് ഹാൾ തറക്കല്ലിടൽ ആശീർവാദ കർമ്മം നടന്നു. 21/4/2026 ചൊവ്വാഴ്ച രാവിലെ 6:30 ദിവ്യബലിക്ക് ശേഷമാണ് ആശീർവാദ കർമ്മം നടന്നത്. ഇടവക വികാരി ജസ്റ്റിൻ ഡൊമിനിക് അച്ഛൻ്റെ സാന്നിധ്യത്തിൽ നെയ്യാറ്റിൻകര രൂപതാ മെത്രാൻ റവറൻ ഡോക്ടർ ഡി സെൽവരാജൻ തറക്കല്ലിടൽ കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം നൽകി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സഭാസൗകര്യത്തിൻ്റെ അടിസ്ഥാനശിലയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രിയ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ ഡൊമിനിക് അച്ഛൻ, പ്രിയപ്പെട്ട കിരൺരാജ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ പാരിഷ് കൗൺസിൽ അംഗങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവജനങ്ങളെ, ഏറ്റവും വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഈ പ്രഭാതത്തിലെ ഉചിതനായ ക്രിസ്തുവിൻ്റെ സ്നേഹവും അവിടുത്തെ കാരുണ്യവും അനുഭവിക്കുന്ന ബലിയിൽ സംബന്ധിച്ച ശേഷം ഈ ഇടവ കൂട്ടായ്മയിലെ പ്രിയമക്കളായ എല്ലാവരും ഏറ്റവും മനോഹരമായ ഒരു കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ ഇടവകയുടെ വളർച്ചയ്ക്കും ആത്മീയമായ ഉയർച്ചയ്ക്കുമെല്ലാം സഹായകരമാകുന്ന ഒരു പാരിഷ് ഹാൾ ഇവിടെ നിർമ്മിക്കുവാനായിട്ട് ഉചിതമായ തീരുമാനം എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട സകല നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും ഇവിടെയുള്ള പ്രിയപ്പെട്ട സമിതി അംഗങ്ങളെയും ഇതുമായി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഏറ്റവും മനോഹരമായിട്ട് ഇത് പടുത്തുയർത്തുവാനും ദൈവികമായ ശുശ്രൂഷകൾ നമ്മുടെ ഇടവകയിൽ അർത്ഥവത്തായിട്ട് നടത്തുന്നതിന് നമ്മുടെ കൂട്ടായ്മകൾ ശക്തമാക്കുവാൻ നമ്മുടെ പ്രബോധന പഠന ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് നടക്കുവാനെല്ലാം ഏറ്റവും ഉചിതമായ ഒരു സ്ഥലമായിട്ട് ഇത് മാറും. നമ്മുടെ കൂടിവരവുകൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ അടയാളമാകട്ടെ. അതുവഴി നമ്മുടെ സ്നേഹവും സൗഹൃദവുമെല്ലാം നമുക്ക് വളർത്തുവാനും കർത്താവിൻ്റെ പ്രിയമക്കളായി വളരുവാനും ഇത് സഹായകമാകട്ടെ. എത്രയും വേഗം ഇതിൻ്റെ പണി പൂർത്തിയാക്കുവാനും നമ്മുടെ ലക്ഷ്യം സാധ്യമാക്കുവാനും ഇടവരുത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പാരിഷ് ഹാളിൻ്റെ ശിലാസ്ഥാപന കർമ്മത്തിൽ നമുക്ക് ഭക്തിപരിസരം പങ്കുചേരാം. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് എന്റെ ഈ വചനങ്ങൾ ശ്രമിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീടില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എന്റെ വചനം കേൾക്കുകയും അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണി ചെയ്ത ബോർഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിന്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവന്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞന്മാരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. കർത്താവിന്റെ സുവിശേഷം. പ്രിയ സഹോദരരെ, തൻ്റെ അനന്തജ്ഞാനത്താൽ ഈ പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ സൃഷ്ടിക്കുകയും അത്ഭുതകരമാവിധം അതിനെ പരിപാലിക്കുകയും ചെയ്തു വരുന്ന സ്നേഹപിതാവിനോട് ഈ പാരിഷ് ഹാളിൻ്റെ പണി ആരംഭിക്കുവാൻ പോകുന്ന ഈ അവസരത്തിൽ നമ്മുടെ അധ്വാനങ്ങളെ ആശീർവദിക്കണമെന്നും മനുഷ്യർക്കും ദൈവമഹത്വത്തിനും ഉപകരിക്കുന്ന ഒരു ഭവനം പടുത്തുയർത്തുവാൻ നമ്മെ സഹായിക്കണമെന്നും കർത്താവിനോട് ഭക്ത്യാദരങ്ങളോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പ്രയത്നം നിഷ്ഫലമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കെട്ടിടത്തിന്റെ മൂലക്കല്ല് സ്ഥാപിക്കുന്ന ഞങ്ങളുടെ ലക്ഷ്യവും ആഗ്രഹങ്ങളും അങ്ങേക്ക് പ്രിയങ്കരവും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നതുമായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, ഞങ്ങൾ പണി ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ വ്യാപരിക്കേണ്ടവർ ഹൃദയശുദ്ധിയിലും പരസ്പര സ്നേഹത്തിലും ഉത്തരോത്തരം വളർന്ന് അങ്ങയുടെ സ്നേഹ സംരക്ഷണത്തിന് സാക്ഷികളായി തീരുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടതും വിലയേറിയതുമായ ഒരു കല്ല് സെക്യൂരിൽ സ്ഥാപിക്കുമെന്ന് അരുളി ചെയ്ത നല്ല ദൈവമേ, ഞങ്ങൾ ആശാപൂർവ്വം സ്ഥാപിക്കുന്ന ഈ മൂലക്കല്ലിന്മേൽ അനേകം മറ്റു കല്ലുകൾ ഒരുമിച്ച് ചേർന്ന് കെട്ടുറപ്പുള്ള ഒരു സ്ഥാപനം ഉണ്ടായിത്തീരുന്നത് പോലെ സമൂഹത്തിന്റെ നന്മയ്ക്കും സുസ്ഥിതിക്കും യോജിച്ച ഒരു ജീവിതശൈലി സ്വീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, ഈ കെട്ടിടത്തിന്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുതും വലുതുമായ ജോലിക്കാരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് പടുത്തുയർത്തുന്ന അധ്വാന വേളയിൽ ഇവർക്ക് ആർക്കും ഏതൊരുവിധ ആപത്തും ഉണ്ടാകാതെ അവർക്കെല്ലാം ആയുരാരോഗ്യത്തോടെ കാത്തുകൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മസ്വരൂപനായ ദൈവമേ, ഈ ഹാളിന്റെ പണി ആരംഭിക്കുന്ന ഇടവ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. യാതൊരുവിധ കടബാധ്യതകളും കൂടാതെ
നീതിപൂർവം ഇതിന്റെ പണി പൂർത്തിയാക്കി തങ്ങളുടെ അഭിലാഷം സാധിക്കുന്നത് വഴി അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇടവക മക്കൾക്ക് വരം നൽകണമെന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് ആലപിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നോ വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതന്ത്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്ത്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടേണം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ കൂട്ടി കണ്ണുകളടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ലെന്ന് അറിയിച്ചത് കർത്താവേ, അങ്ങയുടെ കരുണയിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ഈ പാരിഷ് ഹാളിൻ്റെ പണി ഞങ്ങൾ ആരംഭിക്കുന്നു. അതിനായി ഞങ്ങൾ സ്ഥാപിക്കുന്ന ഈ അടിസ്ഥാന ശിലയെ അങ്ങ് കനിവാർന്ന് ആശീർവദിക്കണമേ. ഞങ്ങളുടെ പരിശ്രമങ്ങളെ സദാ അനുഗ്രഹിക്കുന്ന അങ്ങ് ഈ ഹാളിൻ്റെ പണി വേഗം പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതിൻ്റെ നിർമ്മിതിക്കായി അധ്വാനിക്കുന്ന നമ്മുടെ പ്രയത്നങ്ങൾ സഫലമാക്കുകയും അവരെ സകലവിധ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവിനോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളോട് അപേക്ഷിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ അധ്വാനത്തെ ഫലമണിയിക്കുവാൻ നിങ്ങളോടൊത്ത് വസിക്കുകയും ചെയ്യുമാറാകട്ടെ. തൻ്റെ ഏകജാതനായ യേശുവിലൂടെ നമ്മെ സ്വന്തം പുത്രരായി സ്വീകരിച്ച പിതാവായ ദൈവം പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ നിങ്ങളിൽ വസിച്ച് തൻ്റെ വിശുദ്ധിയിൽ നിങ്ങളെ ഉത്തരോത്തരം വളർത്തുമാറാകട്ടെ. ലോകരക്ഷകനായ ക്രിസ്തുവിലൂടെ നമ്മുടെ പരിത്രാണധർമ്മവും അവിടുത്തെ ദിവ്യാത്മാവിലൂടെ നമ്മുടെ വിശുദ്ധീകരണവും സാധിച്ചു തന്ന പിതാവായ ദൈവത്തിൻ്റെ അനന്ത സ്നേഹം നിങ്ങളിൽ എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഇന്നത്തെ ദിവസം വളരെ അർത്ഥപൂർണമാക്കി മാറ്റുവാനായിട്ട് നമ്മുടെ കൂടെ ശിവരാജൻ പിതാവ് ഉണ്ട്. പിതാവ് വളരെ നേരത്തെ തന്നെ പള്ളിയിലോട്ട് കടന്നു വന്നു. പകുതി ദിവ്യയുടെ സമയം കഴിഞ്ഞപ്പോൾ തന്നെ പിതാവിനെ പള്ളിയിൽ കണ്ടു. വളരെ സന്തോഷത്തോടെ വളരെ നേരത്തെ തന്നെ ഇതിനുവേണ്ടി പിതാവ് തയ്യാറായി വന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിതാവിനോട് ഇടുവാനായിട്ടുള്ള കാര്യം പറഞ്ഞ് പോയപ്പോഴൊക്കെ യഥാർത്ഥത്തിൽ നല്ല തിരക്കുള്ള
അതുകൊണ്ട് തന്നെ പിതാവിനെ സമീപിക്കുമ്പോൾ പിതാവ് ആരോടും പറയാറില്ല. പിതാവിനെ കാണാൻ തിരിച്ചു വരാറുണ്ട്. ഓരോ പരിപാടികൾ, അതായത് വിവാഹമായിട്ടുള്ള കാര്യങ്ങൾ പങ്കെടുക്കാനായിട്ട് പിതാവ് പോകാറുണ്ട്. നല്ലൊരു ബന്ധം പിതാവുമായിട്ട് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഫുള്ള് പ്രോഗ്രാം അതിനിടയിലാണ് രാവിലെ പിതാവ് സന്തോഷത്തോടെ വരാമെന്ന് സമ്മതിച്ചു നമ്മുടെ കൂടെ ആയിരിക്കുന്നു. പിതാവിന് സെഞ്ചോട് യോഗയുടെ പേരിലുള്ള ആഴമായ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. പിതാവിൻ്റെ കൂടെ സെക്രട്ടറി കൊണ്ട് അദ്ദേഹം രാവിലെ കൃത്യമായിട്ട് കാര്യങ്ങൾ നിലവിലെ ഓർമ്മിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ക്രമീകരിച്ചു. പിതാവിനെ സമയത്ത് രാവിലെ എത്തിച്ച സാരഥി ജോസേട്ടനുണ്ട്, അദ്ദേഹത്തിന് പ്രത്യേകം അറിയിക്കാം. നമ്മുടെ ഇവിടെ ഇതിൻ്റെ പണിയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു നിർദ്ദേശം തരികയും ചെയ്യുന്നത് ചന്ദ്രസാറാണ്. ചന്ദ്രസാർ രാവിലെ സന്തോഷത്തോടെ കൂടെ സാറിനെ അറിയിക്കുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നേതൃത്വം എല്ലാവരും പിതാവിനുള്ള കാപ്പിയൊക്കെ അറിയിച്ചത് മേരിസ്റ്റ് ചേച്ചിയാണ്. അവർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. സിസ്റ്റേഴ്സിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ലൈസാബിൻ സിസ്റ്റർ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എല്ലാ കാര്യങ്ങളിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ഇന്നലെ ഇതിനു വേണ്ടി ഒക്കെ പാടുപെട്ട കാര്യങ്ങൾ ഒരുക്കുവാനായിട്ട് ലാലിച്ചേട്ടനും മറ്റെല്ലാ പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. സേവ്യർ സാർ സർജറിയുടെ ആശുപത്രിയാണ്, അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. രാവിലെ ദിവ്യനിക്ക് വേണ്ട ഗാനം ആരംഭിക്കുവാനുള്ള സാറിനും എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ.